നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് 100 ഇരട്ടിയെ തിരിച്ചുതരാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള ജീവിയാണ് നായകൾ. അവറ്റകൾക്ക് വഞ്ചിക്കാനോ ചതിക്കാനോ അറിയില്ല, മറിച്ച് ജീവൻ തന്നും അവർ നമ്മളെ രക്ഷിക്കാൻ തയ്യാറാണ്. ഇത്തരത്തിൽ തൻ്റെ യജമാനു വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന ഒരു നായയുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കാം. കാരണം ഇത് ഹാച്ചിക്കോയുടെ കഥയാണ്. ടോക്കിയോയിലെ ഒരു കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന യൂനോയ്ക്ക് നായകളെ വളരെയധികം ഇഷ്ടമായിരുന്നു. സ്വന്തമായി ഒരു നായ്ക്കുട്ടിയെ വളർത്താനായി അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹം ഒരു കർഷകന്റെ വീട്ടിൽ ഒരു നായ്ക്കുട്ടിയെ കണ്ടെത്തുകയുണ്ടായി. നല്ല മിടുക്കനായൊരു നായക്കുട്ടി. അദ്ദേഹത്തിന് കണ്ട മാത്രയിൽ തന്നെ നായക്കുട്ടിയെ വളരെയധികം ഇഷ്ടമായി. യൂനോയുടെ വീട്ടിലേക്ക് കുറച്ചധികം യാത്രയുള്ളതിനാൽ നായ്ക്കുട്ടി വളരെയധികം ക്ഷീണിതനായി. യൂനോ നായ്ക്കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി. യൂനോയും ഭാര്യയും അതിന് വേണ്ടത്ര പരിചരണങ്ങൾ നൽകി. പഴയതുപോലെ നായ്ക്കുട്ടൻ ഉഷാറായി. അങ്ങനെ പതിയെ പതിയെ അവൻ വളരാൻ തുടങ്ങി. യൂനോ തൻ്റെ പ്രിയപ്പെട്ട നായയ്ക്ക് ഹാച്ചിക്കോ എന്ന പേര് നൽകി. അങ്ങനെ മക്കളില്ലാതിരുന്ന യൂനോയ്ക്കും ഭാര്യയ്ക്കും ഹാച്ചിക്കോ മകനെ പോലെയായിരുന്നു. യൂനോയ്ക്ക് 3 നായകളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രിയം ഹാച്ചിക്കോയോടായിരുന്നു. ഹാച്ചിക്കോ യൂനോയോടൊപ്പമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നതും ഉറങ്ങിയിരുന്നതുമൊക്കെ. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്ത് യൂനോയോടൊപ്പം ഹാച്ചിക്കോയും റെയിൽവേ സ്റ്റേഷനിലെത്തുമായിരുന്നു. ഇത് അവിടെയുള്ള യാത്രക്കാർക്ക് സ്ഥിരം കാഴ്ചയാണ്. യൂനോ ജോലി കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വീട്ടിലേക്കുള്ള മടക്കം. ഹാച്ചിക്കോയ്ക്ക് യൂനോയോടൊപ്പമുള്ള ഈ പോക്ക് പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പതിവ് പോലെ ഹാച്ചിക്കോയും യൂനോയും റെയിൽവേ സ്റ്റേഷനിലെത്തി. യൂനോയെ ട്രെയിൻ കയറ്റിവിട്ട ശേഷം ഹാച്ചിക്കോ യൂനോയ്ക്കായി കാത്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ യൂനോയ്ക്ക് ബോധക്ഷയം സംഭവിക്കുകയും തുടർന്ന് അധികൃതർ യൂനോയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം മസ്തിഷ്കാഘാതം മൂലം മരണപ്പെടുകയുണ്ടായി. എന്നാൽ പതിവ് പോലെ അന്നു വൈകുന്നേരവും ഹാച്ചിക്കോ യൂനോയെ കാത്ത് റെയിൽവേ സ്റ്റേഷനിലിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട യജമാനൻ മരണപ്പെട്ടത് ആ പാവം അറിയുന്നുണ്ടായിരുന്നില്ല. രാത്രി വരെ തൻ്റെ യജമാനു വേണ്ടി അവൻ കാത്തിരുന്നു. പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയെത്തി. എന്നാൽ വീട്ടിലും തൻ്റെ പ്രിയപ്പെട്ട യജമാനെ അവന് കണ്ടെത്താനായില്ല. അന്ന് 3 ദിവസം അവൻ ജലപാനം പോലും കഴിക്കാതെ തൻ്റെ യജമാനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. പിറ്റേന്നു പതിവ് പോലെ അവൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ നിന്നിറങ്ങുന്ന ഓരോ വ്യക്തികളുടെയും മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി. അതിലൊന്നും അവന് സുപരിചിതമായ അവൻ്റെ യജമാനന്റെ മുഖം അവന് കാണാൻ സാധിച്ചില്ല. മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഈ പതിവ് അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ റെയിൽവേ സ്റ്റേഷനിലുള്ള യാത്രക്കാരും മറ്റും അവനെ ഉപദ്രവിച്ചു, ഒരു ശല്യമായി കണ്ടു. എന്നാൽ യാത്രക്കാരെ അവൻ യാതൊരു വിധത്തിലും ഉപദ്രവിക്കുകയോ ശല്യം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ പതിയെ പതിയെ ഹാച്ചിക്കോയോടുള്ള ആളുകളുടെ മനോഭാവത്തിന് മാറ്റം വരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു നായ റെയിൽവേ സ്റ്റേഷനിൽ തൻ്റെ യജമാനു വേണ്ടി കാത്തിരിക്കുന്ന കാര്യം വായിച്ചും കേട്ടുമറിഞ്ഞവർ അവനു വേണ്ടി സഹായഹസ്തവുമായി എത്തി. ഇതിനിടയിൽ അവനു വേണ്ടി വെങ്കല പ്രതിമ വരെ അവർ സ്ഥാപിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഹാച്ചിക്കോയുടെ കഥ ലോകമെങ്ങും അറിയാൻ തുടങ്ങി. എല്ലാവരും ഹാച്ചിക്കോ എന്ന നായയെ കാണാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. വർഷങ്ങൾ കടന്നുപോയിട്ടും യൂനോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഹാച്ചിക്കോ. അങ്ങനെ ആ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഹാച്ചിക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞു. കണ്ടുനിന്ന ആളുകൾക്കൊക്കെ മനസ്സിലൊരു വിങ്ങലാണ് ഹാച്ചിക്കോ. അവനോടുള്ള ആദരസൂചകമായി യൂനോയുടെ ശവകുടീരത്തിന് സമീപം തന്നെ ഹാച്ചിക്കോയെയും അവരടക്കം ചെയ്തു. ഒരുപക്ഷെ അവരുടേതായ ലോകത്ത് അവർ കണ്ടുമുട്ടുമായിരിക്കും. പിന്നീട് ഹാച്ചിക്കോയുടെ ഈ കഥ സിനിമകളായി ഇറങ്ങാൻ തുടങ്ങി. എന്നിരുന്നാലും ഇതുപോലെ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ ഹാച്ചിക്കോയെ പോലുള്ള നായകൾക്ക് മാത്രമേ സാധിക്കൂ. ഹാച്ചിക്കോയുടെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.